ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമന്നാരായണീയത്തിലെ 8ാമത്തെ ദശകം. നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടത് ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം ബ്രഹ്മജ്ഞാനം വേണ്ട വിധം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ അനുഗ്രഹത്തെ വാങ്ങി അതിനു വേണ്ട വേദങ്ങളെ സ്വീകരിച്ചു. വേദങ്ങളെന്നാൽ അറിവ് എന്നാണ് അർത്ഥം. സൃഷ്ടിക്ക് വേണ്ട അറിവിനെ ഭഗവാൻ നൽകി. ബ്രഹ്മാവ് അതിനെ ഗ്രഹിച്ചു. കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഹിരണ്യഗർഭൻ, അതായത് സ്വയംഭൂവായ ബ്രഹ്മ എന്തു ചെയ്തു എന്ന് ഇവിടെ വിവരിക്കുന്നു. ശ്ലോകം 1. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹി ആദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയഃ ത്വത്ത ഏവ ആപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ ഉപമാനാം. പ്രാകൃത പ്രക്ഷയാന്തേ, മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ, ആദ്യമേ ഹി ബ്രാഹ്മേ കൽപ്പേ, ആദ്യത്തേതായ ബ്രാഹ്മകൽപ്പത്തിൽ, ഏവം താവത് ലബ്ധജന്മ ബ്രഹ്മ, ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ്, ഭൂയഃ ത്വത്തഃ ഏവ വേദാൻ ആപ്യ, വീണ്ടും നിൻ തിരുവടിയിൽ നിന്നു തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട്, പൂർവ കൽപ്പോപമാനാം സൃഷ്ടി ചക്രേ, മുൻകൽപ്പത്തിലേതുപോലെയുള്ള സൃഷ്ടി ചെയ്തു. ആ മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ, ഒന്നാമത്തെ ബ്രാഹ്മകൽപ്പത്തിൽ, അതായത് ബ്രഹ്മാവിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ ആരംഭത്തിൽ മേൽപ്പറഞ്ഞ പ്രകാരം ജനിച്ച ബ്രഹ്മാവ് നിൻ തിരുവടിയിൽ നിന്നും വേദങ്ങളെ പഠിച്ച് പ്രളയത്തിന് മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ സൃഷ്ടിയെ ചെയ്തു. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. ശ്ലോകം 2. സോയം ചതുർയുഗസഹസ്രമിദാന്യഹാനി താവന്മിദാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രി. സഹ അയം ചതുർയുഗ സഹസ്രമിതാനി അഹാനി താവത്മിതാഹ ച രജനീഹി ബഹുശഃ നിനായ നിദ്രാതി അസൗ ത്വയി നിലീയ സമം സ സൃഷ്ടൈഹി നൈമിത്തിക പ്രളയം ആഹുഹു അധഃ അസ്യ രാത്രിം. സഹ അയം, ആ ബ്രഹ്മാവ്, ചതുർയുഗ സഹസ്രമിതാനി അഹാനി, 1000 ചതുർയുഗകാലമാകുന്ന പകൽ സമയങ്ങളും, താവന്മിതാഹ രജനീഹി ച ബഹുശഃ നിനായ, അത്രയും രാത്രികാലങ്ങളും പല പ്രാവശ്യം കഴിച്ചു. അസൗ സ സൃഷ്ടേഹി സമം, ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടു കൂടി, ത്വയി നീലിയ നിദ്രാതി, നിൻ തിരുവടിയിൽ ലയിച്ചുറങ്ങുന്നു. അധഃ, അതുകൊണ്ട്, നൈമിത്തിക പ്രളയം, അസ്യ രാത്രിയും ആഹുഹു, അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് 1000 ചതുർയുഗങ്ങളോട് കൂടിയ പകലുകളെയും അത്രയും തന്നെ അളവുള്ള രാത്രികളെയും വളരെ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചിട്ടുള്ള ചരാചരങ്ങളോട് കൂടി നിൻ തിരുവടിയിൽ ലയിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രിയെ
നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. ഇങ്ങനെ പല രാത്രികളും പല പകലുകളും കഴിച്ചു കൂട്ടി അതിനുശേഷം ബ്രഹ്മാവ് താൻ സൃഷ്ടി ചെയ്ത എല്ലാത്തിനെയും നൈമിത്തിക പ്രളയത്തിൽ ലയിപ്പിച്ച് നിദ്രയിൽ പ്രവേശിച്ചു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4ഉം ചേർന്നതാണ് ചതുർയുഗങ്ങൾ. ഇങ്ങനെ 2000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, ഒരു രാത്രിയും ഒരു പകലും. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രി. ശ്ലോകം 3. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാഭിസൃഷ്ടി. അസ്മാദൃശാം പുനഃ അഹർ മുഖ കൃത്യ തുല്യാം സൃഷ്ടിം കരോതി അനുദിനം സഹ ഭവത് പ്രസാദാത് പ്രാഗ് ഭ്രാമകൽപ ജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാഹ അസ്തി തഥാ അഭി സൃഷ്ടി. സഹ പുനഃ, ആ ബ്രഹ്മാവാകട്ടെ പിന്നീട് ഭവത് പ്രസാദാത്, അവിടുത്തെ അനുഗ്രഹത്താൽ. പ്രസാദം എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം എന്ന് സാരം. അനുദിനം, എല്ലാ ദിനത്തിലും. അസ്മാദൃശാം അഹർ മുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോതി. നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ പ്രഭാതത്തിൽ ചെയ്യുന്ന സ്നാനാദികൃത്യങ്ങളെ പോലെ തന്നെ ബ്രഹ്മാവ് ലോകസൃഷ്ടികർമ്മം അനുഷ്ഠിക്കുന്നു. പ്രാഗ് ഭ്രാമകൽപ ജനുഷാം പരായുഷാം തു, മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ച ചിരഞ്ജീവികൾക്കും തഥാ അഭി സുപ്ത പ്രബോധന സമാസൃഷ്ടി അസ്തി. കൽപ്പാരംഭത്തിൽ ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായ സൃഷ്ടിക്രിയാവിശേഷം ഉണ്ട്. മാർക്കണ്ഡേയൻ മുതലായ ചിരഞ്ജീവികൾക്കും കൽപ്പാദിയിൽ സൃഷ്ടിയുണ്ട്. അവർക്ക് മുൻകൽപ്പത്തിലെ വൃത്താന്തം ഓർമ്മയിൽ ഉള്ളതുകൊണ്ടാണ് അവരുടെ സൃഷ്ടി സുപ്ത പ്രബോധന തുല്യമെന്ന് പറഞ്ഞത്. ആ ബ്രഹ്മാവ് നാമൊക്കെ ദിനാരംഭത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ നീ തിരുവടിയുടെ അനുഗ്രഹത്താൽ ദിനംതോറും സൃഷ്ടി ചെയ്യുന്നു. മുമ്പിലത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചിട്ടുള്ളവരും അതിദീർഘമായ ആയുസ്സോടുകൂടിയവരുമായ മാർക്കോണ്ഡയാദികളെയും അപ്പോൾ ഉറങ്ങിയവരെ ഉണർത്തുന്നതുപോലെ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് ഓർമ്മയുള്ളതുപോലെ കാലത്ത് ഉറങ്ങി എണീറ്റതും കഴിഞ്ഞ ദിവസം എന്തു ചെയ്തുവോ അത് ഇന്നും തുടരും. അതുപോലെ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ മാത്രമേ കാലത്ത് എണീച്ച് നമ്മുടെ കർമ്മങ്ങളെ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ശരീരത്തിൽ നിന്നും ഭഗവാൻ മാറിപ്പോയാൽ പിന്നെ കർമ്മം ചെയ്യുവാൻ സാധ്യമല്ല. നൈമിത്തിക പ്രളയത്തിൽ ഭഗവാന് ലയിച്ചിരുന്ന ആത്മാവ് കൽപ്പാരംഭത്തിൽ ഉണർന്നു വരുമ്പോൾ അവർക്കും തുല്യമായ സൃഷ്ടിവിശേഷമുണ്ട്. അവർക്കും മുൻപുള്ള കൽപ്പത്തിലെ വൃത്താന്തം ഓർമ്മയുള്ളത് കൊണ്ടാണ് അവരുടെ സൃഷ്ടി സുപ്ത പ്രബോധന തുല്യമെന്ന് പറയുന്നത്. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു
സുപ്തപ്രബോധന സമാസ്തി തദാഭി സൃഷ്ടി. ശ്ലോകം 4. പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. പഞ്ചാശദ് ആബ്ദം അധുനാ സ്വവയഃ അർദ്ധരൂപം ഏകം പരാർദ്ധം അതിവൃത്യ ഹി വർത്തതേ അസൗ തത്ര അന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് ദിന അവതരണേ ച ഭവത് വിലാസാൻ. അധുന അസൗ, ഇപ്പോൾ ഈ ബ്രഹ്മാവ്, സ വയോർധരൂപം പഞ്ചാശത് ആബ്ദം ഏകം പരാർദ്ധം, തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ 50 കൊല്ലമാകുന്ന ഒരു പരാർദ്ധം സംവത്സരം, അതിവൃത്യ വർത്തതേ ഹി, കടന്നു പോന്നിരിക്കുകയാണല്ലോ, ഭൂമൻ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ, തത്ര അന്ത്യരാത്രി ജനിതാൻ ഭവത് വിലാസാൻ, ബ്രാഹ്മകൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിലുണ്ടായ നിൻ തിരുവടിയുടെ ലീലകളെയും, പശ്ചാത് ദിനാവതരണേ ഭവത് വിലാസാൻ ച കഥയാമി, അനന്തരം പാത്മകൽപ്പാരംഭത്തിലുള്ള നിൻ തിരുവടിയുടെ ലീലകളെയും ഞാനിതാ വർണ്ണിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ രാത്രിയിൽ, അതായത് കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ, അടുത്ത പകലിൽ, അതായത് അടുത്ത കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നത്. അല്ലയോ അപ്രമേയ സ്വരൂപ, ഇപ്പോൾ അദ്ദേഹം, അതായത് ബ്രഹ്മാവ്, തൻ്റെ വയസ്സിൻ്റെ പകുതിയായ 50 വയസ്സാകുന്ന ഒരു പരാർദ്ധത്തെ അതിക്രമിച്ചിരിക്കുകയാണല്ലോ. അതിൽ രാത്രിയുടെ അവസാന കാലത്തിലും അടുത്ത പകൽ ആരംഭിച്ചതിനു ശേഷവും ഉണ്ടായ അങ്ങയുടെ ലീലകളെ ഞാൻ വർണ്ണിക്കുവാൻ പോകുന്നു. പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ശ്ലോകം 5. ദിനാവസാനേധ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം. ദിനാവസാനെ അധ സരോജയോനിഃ സുഷുപ്തികാമഃ ത്വയി സന്നിലീലേ ജഗന്തി ച ത്വത് ജഠരം സമീയുഃ തഥാ ഇദം ഏക ആർണവം ആസ വിശ്വം. അധ സരോജയോനിഃ ദിനാവസാനെ, അനന്തരം ആ ബ്രഹ്മാവ്, സരോജത്തു നിന്നും ജനിച്ച ബ്രഹ്മാവ് കൽപ്പാവസാനത്തിൽ സുഷുപ്തി കാമഹ ത്വയി സന്നിലീലെ, ഉറങ്ങുവാൻ ആഗ്രഹിച്ച് നിൻ തിരുവടിയിൽ ലയിച്ചു. ജഗന്തി ത്വജഠരം സമീയുഹു ച, ലോകങ്ങൾ അവിടുത്തെ ഉദരത്തിൽ വന്ന് ലയിക്കുകയും ചെയ്തു. തഥാ ഇദം വിശ്വം ഏകാർണവം ആസ, അപ്പോൾ ഈ ഭുവനം ഒരു മഹാസമുദ്രമായി തീർന്നു. പിന്നീട് ബ്രഹ്മാവ് ഒന്നാമത്തെ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ രാത്രിയിൽ ഉറങ്ങുവാനുള്ള ആഗ്രഹത്തോടു കൂടി നിൻ തിരുവടിയിൽ ലയിച്ചു. ലോകങ്ങളും നിൻ തിരുവടിയുടെ ഉദരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഈ ലോകം മുഴുവനും ജലമയമായി തീർന്നു. ഭഗവാന്റെ ഉദരം സമുദ്രമാണെന്ന് നാം
വിരാടവർണ്ണനയിൽ പഠിച്ചിട്ടുണ്ട്. ദിനാവസാനേധ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം. ശ്ലോകം 6. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ. തവ ഏവ വേഷേ ഫണിരാജിശേഷേ ജലേകശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദ സാന്ദ്ര അനുഭവ സ്വരൂപഃ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. ഭുവനെ ജലൈകശേഷേ, ലോകം ഒരു പെരുവെള്ളം മാത്രമായി തീർന്നപ്പോൾ, തവ ഏവ വേഷേ ഫണിരാജിശേഷേ ത്വം, നിൻ തിരുവടിയുടെ തന്നെ രൂപാന്തരവും നാഗരാജാവും ആയ ശേഷനിൽ അവിടുന്ന് ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപഃ, ആനന്ദ ഘന അനുഭൂതിരൂപനായി സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ ശേഷേ സ്മ, തൻ്റെ യോഗനിദ്രയിൽ ലയിച്ചു കിടന്നു. ഇപ്രകാരം ലോകത്തിൽ ജലം മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ നിൻ തിരുവടി എന്തു ചെയ്തു? നിൻ തിരുവടിയുടെ തന്നെ മൂർത്തിഭേദമായ ശേഷൻ എന്നു പേരായ സർപ്പശ്രേഷ്ഠൻ്റെ പുറത്ത് നിരന്തര ആനന്ദാനുഭവ സ്വരൂപമായ തൻ്റെ യോഗനിദ്രയിൽ ലയിച്ചു കിടന്നു. യോഗനിദ്ര എന്ന് പറയുന്നത് ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ്. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ. ശ്ലോകം 7. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. കാലാഖ്യശക്തിം പ്രളയ അവസാനെ പ്രബോധയ ഇതി ആദിശത കില ആദൗ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിവ്രജേന തത്ര അഖില ജീവധാംനാ. തത്ര ആദൗ പരിസുപ്തശക്തിവ്രജേന, ആ മഹാപ്രളയത്തിൽ തന്നിൽ ലയിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോട് കൂടിയവനും അഖില ജീവധാംനാ ത്വയാ, എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ അവിടുന്ന് പ്രളയാവസാനെ മാം പ്രബോധയ ഇതി, പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തുക എന്ന് കാലാഖ്യശക്തി ആദിശത പ്രസുപ്തം കില, കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് നിദ്രയിൽ ആണ്ടുപോലും എല്ലാ ശക്തികളും, അതായത് മൂലപ്രകൃതി, മഹത്വത്വം, അഹങ്കാരം മുതലായവ തന്നിൽ ലയിച്ചിട്ടുള്ളവനും എല്ലാ ചരാചരങ്ങൾക്കും ആശ്രയമായവനും വിശ്രമസ്ഥാനമായി തീർന്നിട്ടുള്ളവനുമായ അങ്ങ് പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തണം എന്ന് കാലം എന്ന പേരായ ശക്തിയോട് ചട്ടം കിട്ടിയിട്ടാണത്രേ ഉറങ്ങിയത്. നമ്മളെല്ലാവരും തന്നിൽ തന്നെ ലയിച്ച് മതിമറന്ന് ഉറങ്ങിപ്പോയാലും കാലം എന്ന ശക്തി നമ്മളെ ഉണർത്തും. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ
त्वया प्रसुप्तं परिसुप्तशक्तिव्रजेन तत्राखिलजीवधाम्ना ശ്ലോകം 8. चतुर्युगाणां च सहस्रमेवं त्वयि प्रसुप्ते पुनरद्वितीये कालाख्यशक्ति प्रथमप्रबुद्धा प्रबोधयत्वां किल विश्वनाथ ചതുർയുഗാണാം ച സഹസ്രം ഏവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ കാലാഖ്യശക്തിഃ പ്രഥമ പ്രബുദ്ധ പ്രബോധയത് ത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, ത്വയി അദ്വിതീയേ, ഹേ സർവേശ്വര, നിൻ തിരുവടി കേവലനായി ഏകനായി ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ, 1000 ചതുർയുഗങ്ങൾ മുഴുവനും ഇപ്രകാരം യോഗനിദ്രയിലായപ്പോൾ പുനഃ കാലാഖ്യശക്തി, അനന്തരം കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ ത്വാം, ആദ്യം ഉണർന്ന് അങ്ങയെ പ്രബോധയത് ച കില, ഉണർത്തുകയും ചെയ്തുവല്ലോ. അല്ലയോ വിശ്വനാഥ, ഏകനായ അങ്ങ് ഇപ്രകാരം 1000 ചതുർയുഗക്കാലം ഉറങ്ങിയതിനു ശേഷം ആദ്യമേ ഉണർന്ന കാലശക്തി അങ്ങയെ ഉണർത്തുകയും ചെയ്തുവല്ലോ. കാലശക്തിയും ഭഗവാനിൽ ലയിച്ച് പ്രളയകാലം മുഴുവനും ഉറങ്ങുകയായിരുന്നു. ഇവിടെ ഭട്ടതിരി വിവരിക്കുന്നത് ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഒരു ദാസിയെപ്പോലെ കാലം വേഗം തന്നെ തിരുവടിയേക്കാളും മുമ്പ് തന്നെ ഉണർന്ന് അങ്ങയെ പ്രഭു എന്നതുപോലെ ഉണർത്തുന്നു. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമപ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ. ശ്ലോകം 9. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷു ഏവ സൂക്ഷ്മ ആത്മതയാ നിജ അന്തഃ സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ വിശ്വേശ, അല്ലയോ ജലമധ്യത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുന്ന ലോകനാഥ, ത്വം വിബുദ്ധ്യ ച, നീ തിരുവടി യോഗനിദ്രയിൽ നിന്നുണർന്ന് അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ, ജഗത്ത് മുഴുവനും തന്നിൽ വിലയം പ്രാപിച്ചതായി കണ്ട് സൂക്ഷ്മാത്മതയാ നിജാന്തഃ സ്ഥിതേഷു, സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന തേഷു ഏവ ദൃഷ്ടി ദദാധ, ആ വസ്തുക്കളിൽ തന്നെ തൻ്റെ ദൃഷ്ടിയെ പതിപ്പിച്ചു. അല്ലയോ ആവരണജലത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, അങ്ങ് ഉണർന്നു നോക്കിയപ്പോൾ സകല ചരാചരങ്ങളും നീ തിരുവടിയിൽ തന്നെ ലയിച്ചിരിക്കുന്നതായി കണ്ടു. എന്നിട്ട് സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന അവയിൽ തൻ്റെ തൃക്കണ്ണുകളെ ഓടിച്ചു. കഴിഞ്ഞ ശ്ലോകത്തിൽ കാലം എന്ന ശക്തി ഭഗവാനെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തിച്ചു. ഭഗവാൻ യോഗനിദ്രയിൽ നിന്നും ഉണർന്നു നോക്കിയപ്പോൾ തൻ്റെ ഉള്ളിൽ ജഗത്ത് മുഴുവനും ലയിച്ചിരിക്കുന്നതായി കണ്ടു.
ആ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന പദാർത്ഥങ്ങളിൽ മേൽ തൻ്റെ തൃക്കണ്ണുകളാൽ വീക്ഷിച്ചു. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. ശ്ലോകം 10. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദ ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. തതഃ ത്വദീയാത് അയി നാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. അയി തതഃ ത്വദീയാത് നാഭിരന്ധ്രാത്. അല്ലയോ ഗുരുവായൂരപ്പ, അനന്തരം നിൻ തിരുവടിയുടെ നാഭീദ്വാരത്തിൽ നിന്ന് നിലീന നിശേഷ പദാർത്ഥ മാല സംക്ഷേപരൂപം, തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം കിഞ്ചന ദിവ്യപത്മം ഉദഞ്ചിതം, മൊട്ടായിത്തീരുന്നതും അവർണ്ണനീയവും അത്യത്ഭുതവും ആയ ഒരു ദിവ്യപത്മം ആവിർഭവിച്ചു. അനന്തരം അങ്ങയുടെ പൊക്കിൾക്കുഴിയിൽ നിന്നും കൂമ്പിയ അവസ്ഥയിലുള്ളതും സകല ചരാചരങ്ങളുടെയും ബീജങ്ങളുടെ ഒരു സംഗ്രഹമായിരിക്കുന്നതും ദിവ്യവുമായ ഒരു താമരപ്പൂവ് ഉയർന്നു വന്നു. ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന സകല പദാർത്ഥങ്ങളെയും കടാക്ഷം കൊണ്ട് നോക്കി. അപ്പോൾ ആ ഭഗവാന്റെ നാഭിയിൽ എല്ലാ പദാർത്ഥങ്ങളും ഒത്തുചേർന്ന് അവിടെ നിന്നും മൊട്ടായിത്തീർന്ന ഒരു ദിവ്യമായ പത്മം ആവിർഭവിച്ചു. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദ ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ശ്ലോകം 11. തദേതദംഭോരുഹ കുഡ്മളം തേ കളേബരാത്തോയ പഥേ പ്രരൂഢം ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്ദത്. തത് ഏതത് അംബോരുഹ കുഡ്മളം തേ കളേഭരാത് തോയപതേ പ്രരൂഢം ബഹിഃ നിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വധാമഭിः ധ്വാന്തം അലം ന്യകൃന്ദത്. തത് ഏതത് അംബോരുഹ കുഡ്മളം. ജഗത്കാരണമായ ഈ താമരമൊട്ട് തേ കളേഭരാത് തോയപതേ പ്രരൂഢം, അവിടുത്തെ ശരീരത്തിൽ നിന്നും വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച് ബഹിഃ നിരീതം, വെള്ളത്തിനു മുകളിൽ ഉയർന്നു വന്ന് പരിതഃ സ്ഫുരദ്ഭിഃ സ്വധാമഭിः, നാലു ദിക്കിലും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തങ്ങളാൽ പ്രകാശരശ്മികളാൽ ധ്വാന്തം അലം ന്യകൃന്ദത്, കൂരിരുട്ടിനെ തീരെ ദൂരീകരിച്ചു. ആ താമരമൊട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്നും മുളച്ച് പൊങ്ങി പൊങ്ങി വെള്ളത്തിൻ്റെ ഉപരിഭാഗത്ത് വന്ന് ചുറ്റും വീശുന്ന തൻ്റെ കാന്തി കതിരുകളെ കൊണ്ട് ഇരുളിനെ നിശേഷം നശിപ്പിച്ചു. ജഗത്തിന് കാരണമായ ഈ താമരമൊട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി വന്ന് അതിൻ്റെ ചുറ്റുമുള്ള ഇരുട്ടിനെ നീക്കിയിട്ട് അന്തരീക്ഷത്തിൽ പ്രകാശത്തെ നിറച്ചു.
തദേതദംഭോരുഹ കുഡ്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്ദത്. ശ്ലോകം 12. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിരാസി സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഫുല്ലപത്രേ നിധരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സഹ പത്മജന്മാ വിധിഃ ആവിരാസീത് സ്വയം പ്രബുദ്ധ അഖില വേദരാശിഃ. സ ഫുല്ലപത്രേ നിധരാം വിചിത്രേ. ഇതളുകൾ നന്നായി വിടർന്നതും അത്യത്ഭുതവും വിചിത്രവുമായ ഭവത് വീര്യധൃതേ തസ്മിൻ സരോജേ. നിൻ തിരുവടിയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ച് നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധ അഖില വേദരാശി, സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ സഹ പത്മജന്മ വിധിഃ ആവിരാസീത്. ആ പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ഇതളുകൾ നന്നായി വിരിഞ്ഞ് അസാധാരണ വലിപ്പത്തോടും ഭംഗിയോടും കൂടിയിരിക്കുന്നതും അങ്ങയുടെ യോഗബലത്താൽ ഉറപ്പിക്കപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ തനിയെ വേദസമൂഹങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവനും പത്മജൻ എന്ന പ്രസിദ്ധനുമായ ആ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ഭംഗിയുള്ളതും വളരെയധികം വലിപ്പത്തോടു കൂടിയതുമായ നല്ലതുപോലെ ഇതളുകൾ വിരിഞ്ഞതുമായ തൻ്റെ യോഗബലത്താൽ ആ താമരപ്പൂവിനെ ഭഗവാൻ ഉറപ്പിച്ചു നിർത്തി. വേദങ്ങളെയെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ബ്രഹ്മാവ് ആ താമരപ്പൂവിൽ നിന്നും വെളിപ്പെട്ടു. പത്മജൻ എന്ന പേരിൽ പ്രസിദ്ധനായി. പാത്മകൽപ്പത്തിലാണ് ഈ ബ്രഹ്മാവ് ആവിർഭവിച്ചത്. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിരാസി സ്വയം പ്രബുദ്ധാഖില വേദരാശി. ശ്ലോകം 13. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശി നിരുന്ധി വാതാലയ വാസ വിഷ്ണു. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വം ഇത്തം ഉത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശി നിരുന്ധി വാതാലയവാസ വിഷ്ണു. നനു പരാത്മൻ വാതാലയവാസ വിഷ്ണു. പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു അസ്മിൻ പാത്മകൽപേ, ഈ പാത്മകൽപ്പത്തിൽ ഇത്തം ഉത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ ത്വം, ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അപരിച്ഛിന്ന മാഹാത്മ്യശാലിയുമായ അവിടുന്ന് മമ രോഗരാശി നിരുന്ധി, എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും. അല്ലയോ പരമാത്മാവും ഗുരുവായൂർ പുരവാസിയുമായ വിഷ്ണു, പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ ഉദ്ഭവിപ്പിച്ച അപരിച്ഛിന്ന മാഹാത്മ്യത്തോടു കൂടിയ അങ്ങൻ്റെ എല്ലാ ആദിവ്യാധികളെയും തടുക്കണമേ. വാതാദികളായ ബാഹ്യരോഗങ്ങളെയും രാഗാദികളായ ആഭ്യന്തര രോഗങ്ങളെയും നിവാരണം ചെയ്തു തരുവാനായി ഈ ശ്ലോകത്തിൽ കൂടി
ഭട്ടതിരി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്നും എല്ലാ ചരാചരങ്ങളുടെയും ബീജങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ദിവ്യമായ ഒരു താമരപ്പൂവ് ഉയർന്നു വന്നു. ഈ ദശകത്തിലെ ശ്ലോകങ്ങളിൽ കൂടി നാം മനസ്സിലാക്കുന്ന ഈ ബ്രഹ്മാവ് ഈ പത്മത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിനാൽ പത്മജൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കൽപ്പത്തിന് പാത്മകൽപ്പം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത് ബ്രഹ്മാവ് ഉറങ്ങുവാൻ ആഗ്രഹിച്ചു, ഭഗവാന്റെ ഉദരത്തിൽ ലയിച്ചു. ലോകങ്ങളും ഭഗവാന്റെ ഉദരത്തിൽ ലയിച്ച് ഈ ലോകം മുഴുവനും ജലമയമായി തീർന്നു. ആ പ്രളയജലത്തിൽ ലയിച്ചു ചേർന്ന ബ്രഹ്മാവ് കഴിഞ്ഞ ദശകത്തിൽ വിവരിച്ചതുപോലെ വിരാട് പുരുഷൻ്റെ ശിരസിലെ സത്യലോകത്തിൽ നിന്നും ആവിർഭവിച്ച ഹിരണ്യഗർഭൻ എന്ന പേരിലുള്ള ബ്രഹ്മാവായിരുന്നു. ആ ബ്രഹ്മാവ് ബ്രാഹ്മകൽപ്പത്തിൻ്റെ അവസാനം ഭഗവാനിൽ ലയിച്ചു. അതിനുശേഷമുണ്ടായ പാത്മകൽപ്പത്തിൽ പത്മയോനിയിൽ നിന്നും ബ്രഹ്മാവിനെ ഭഗവാൻ ആവിർഭവിപ്പിച്ചു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ എൻ്റെ രോഗങ്ങളെയെല്ലാം തടുത്തു നിർത്തി രോഗങ്ങളെ വരാതെയിരിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കണം എന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രാർത്ഥനയോടെ 8-ാം ദശകം അവസാനിക്കുന്നു. ഭാഗവതം 3-യ സ്കന്ധം 8-ാം അധ്യായത്തിലെ 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളെയാണ് ഈ ദശകത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ശ്രീമന്നാരായണീയത്തിലെ ഈ അസ്മിൻ പരാത്മൻ എന്ന ശ്ലോകം കുറേയധികം ആവർത്തിച്ച് ജപിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും ആദിവ്യാധികളെ ഇല്ലായ്മ ചെയ്ത് തടുത്തു നിർത്തുകയും ചെയ്യുമെന്ന് ഒരു വിശ്വാസം പ്രസിദ്ധമാണ്. വിശ്വാസത്തോടുകൂടി ജപിച്ച് ഫലം ലഭിച്ചിട്ടുള്ളവർ തങ്ങളുടെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാറുണ്ട്. നാരായണീയ പാരായണം ദശകം 8. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രി അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാഭിസൃഷ്ടി പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ ദിനാവസാനേധ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖിലജീവധാംനാ ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ
കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം തതസ്ത്വദീയാദയിനാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം തദേതദംഭോരുഹ കുഡ്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീദം പരിതഃ സ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്ദത് സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിരാസി സ്വയം പ്രബുദ്ധാഖില വേദരാശി അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശി നിരുന്ധിവാതാലയവാസ വിഷ്ണു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.